ഹലോ ഗൈസ്, ഐ എം ഡോക്ടർ സ്മൈൽ ആൻഡ് വെൽക്കം ടു ന്യൂ ഷോർട്സ്. ഡോക്ടറെ, ആ പല്ലൊന്ന് അടച്ചു തന്നെ. നല്ല വേദന. ചുമ്മാ അടച്ചാൽ മതി. റൂട്ട് കനാലൊന്നും വേണ്ട. റൂട്ട് കനാലിനൊക്കെ ഒത്തിരി പൈസ ആവില്ലേ? ചുമ്മാ എന്തെങ്കിലും വെച്ചൊന്ന് തുറന്നിട്ട് സിമെന്റ് വെച്ചൊന്ന് അടച്ചു തന്നാൽ മതി. എന്റെ പൊന്നോ, അങ്ങനെ പറ്റില്ല ഗൈസ്. അങ്ങനെ എങ്ങനെ പറ്റാനാ? വേദനയുള്ള പല്ല് എങ്ങനെ അടയ്ക്കുക? നിങ്ങളുടെ കൈ ഒന്ന് പകുതി വെച്ച് മുറിഞ്ഞു. പകുതി വെച്ച് മുറിക്കുന്നത് ചുമ്മാ വെച്ച് അടയ്ക്കാൻ പറ്റൂ? എന്തെങ്കിലും വെച്ച് ഉണക്കിയിട്ടല്ലേ നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. ചുമ്മാ വെച്ച് അടച്ചാൽ അവിടെ ഇൻഫെക്ഷൻ വരില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ല്. പല്ലിനും ജീവനുണ്ട്. പല്ലിന്റെ ജീവനുള്ള ഭാഗത്തിന്റെ പേരാണ് പൾപ്പ്. പൾപ്പിന് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഈ വേദന നമുക്ക് വരുന്നത്. ആ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തുറന്നിട്ട് സിമെന്റ് വെച്ച് അടയ്ക്കുന്ന പരിപാടി റിസ്റ്റോറേഷൻ എന്ന് ഞങ്ങൾ പറയും. ആ പരിപാടി പിന്നെ നടക്കുകയില്ല. റൂട്ട് കനാലാണ് പിന്നെയുള്ള ഒരു ഓപ്ഷൻ. പിന്നെ പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, പല്ലങ്ങ് എടുത്ത് കളയുക, എക്സ്ട്രാക്ഷൻ. അതാണ് പൊതുവെ ചെയ്യുന്നത്. എന്നാൽ റൂട്ട് കനാലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവരും അറിയണം. എന്താണ് റൂട്ട് കനാൽ? നമ്മുടെ പൾപ്പ്, പല്ലിന്റെ ജീവനുള്ള ഭാഗം, അവിടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസും നെർവും നമ്മുടെ പല്ലിന് വേദന ഉണ്ടാക്കുന്നതും നമ്മുടെ പല്ലിന്റെ ജീവനാണ്. സോ അതിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനത്തിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ സാധനം കളയണ്ടേ? സോ ആ സാധനം നമ്മൾ അവിടെ നിന്ന് എടുത്ത് കളയുക. സോ ആ സാധനം കളയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരില്ലേ, ഒരു സ്പേസ്. അതിനെയാണ് പൾപ്പൽ സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗട്ടാപ്പർച്ച, ഞങ്ങളുടെ ഇതിൽ GP എന്ന് പറയും, ആ GP പോയിന്റ്സ് വെച്ച് അടച്ച് അവിടെ ഒന്ന് ഹീൽ ചെയ്യാനുള്ള സാധനങ്ങൾക്ക് കൊടുത്ത് ട്രീറ്റ് ചെയ്ത് GP വെച്ച് അടച്ച് അവിടെ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്താണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ 2-3 അപ്പോയിൻമെൻറ്റിലൊക്കെ ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ അപ്പോയിൻമെൻറ്റിലും ചെയ്യാം. സോ നമ്മൾ റൂട്ട് കനാൽ ചെയ്തെന്ന് പറഞ്ഞ് പല്ല് നല്ല സ്ട്രെങ്തിലിരിക്കണം എന്നില്ല, കാരണം പല്ലിന്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. സോ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റഡ് ആയിട്ടുള്ള ടീത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ക്യാപ്പ് ഇട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. സോ ക്യാപ്പ് ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് കനാൽ ചെയ്ത പല്ല് കുറേ നാൾ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ പല്ല് കുറേ നാൾ കഴിയുമ്പോൾ ഗ്രാജുവലി അത് പൊടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കൈയുടെ ഒരു ഭാഗത്തെ അങ്ങ് അറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ അതിന് ജീവനില്ലല്ലോ. സോ അതിന് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളോട് ഒട്ടിയിരിക്കുന്ന സാധനം അല്ലല്ലോ. അതുപോലെ തന്നെ പല്ലിലെ ജീവനുള്ള ഭാഗം കളയുന്നത് കൊണ്ട് തന്നെ അതിന് സ്ട്രെങ്ത് എപ്പോഴും കുറവായിരിക്കും. സോ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ട് നോക്കാനായിട്ട് അതിനെ ക്യാപ്പിട്ട് അടയ്ക്കും. അതിലുള്ള അടിപൊളി വീഡിയോസ് കാണാനായിട്ട് ഡു ഫോളോ ഡോക്ടർ സ്മൈൽ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.